ഹായ് ഡിയേഴ്സ്. അപ്പോൾ എൻ്റെ മുറ്റത്തുണ്ടായ പഴങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ വന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ, മലേഷ്യൻ ചെറിയാണ് കേട്ടോ. ഇതാ പഴുത്ത് നിൽക്കുന്ന ഒരെണ്ണം. ഇതിങ്ങനെ കുറേ എണ്ണം ഉണ്ടാവില്ല. ഇങ്ങനെ ഇപ്പോൾ ഇന്നിപ്പോൾ ഒന്നുണ്ടായി, ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഒന്നുണ്ടാവും. അങ്ങനെയാണ് ഉണ്ടാകുന്നത് കേട്ടോ. കൊലകൊലയായിട്ടൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ നന്നായിട്ട് വളം ചെയ്യാത്തതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാട്ടോ. നല്ല ചുവന്ന കളർ, കുറച്ചും കൂടി ചുവന്ന കളറാവും. ഇതിപ്പം കുറച്ചൊരു ലൈറ്റ് ചുവപ്പേ ആയിട്ടുള്ളൂ. ഇത് പറിച്ച് വെച്ച് കഴിഞ്ഞാലും ചുവന്ന കളറാവും കേട്ടോ. പിന്നെ ടേസ്റ്റ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കുറച്ചൊരു ചവർപ്പോട് കൂടിയ ഒരു മധുരമാണ് ഉള്ളത്. ഇത് പിന്നെ നമുക്ക് വേണമെങ്കിൽ തേനിലും മറ്റും ഇട്ട് വെച്ചിട്ട് അങ്ങനെ കഴിക്കാനും പറ്റും. ഇതൊരു പ്ലമ്മിൻ്റെ വേറൊരു ടൈപ്പ് സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു, മലേഷ്യൻ ചെറി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞാൻ എൻ്റെ സപ്പോട്ട തൈൻ്റെ അടുത്തേക്കാണ് പോയത് കേട്ടോ. സപ്പോട്ട ഇതാ ഒരെണ്ണം ഒറ്റൊരു സപ്പോട്ടയാണ് ഉണ്ടായത്. ആ സപ്പോട്ട നല്ല വലുപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വലുപ്പത്തിലാണ്. അതുകൊണ്ട് ഒരു എട്ടുകാലി എൻ്റെ മുകളിൽ കൂടെ നടന്ന് വരുന്നുണ്ട്. അതാ കണ്ടില്ലേ, ഞങ്ങൾ അങ്ങോട്ട് പോയി തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഒരു വണ്ണമുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല വണ്ണമായിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു മനസ്സിന് സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മൾ തന്നെ കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാകുമ്പോൾ അത് കാണാനും കഴിക്കാനൊക്കെ ഒരു പ്രത്യേക രുചിയല്ലേ അല്ലേ.